ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പിന്നെ കരിയർ. അങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് റിലേഷൻഷിപ്പ്, ടെമ്പറൻസ്, 7 of Cups, Four of Cups. ഈ 4 of Cupsന് ഞാൻ ഒരു ക്ലാരിറ്റി എടുക്കുന്നുണ്ട്. 8 of Pentacles. അപ്പോൾ ഞാൻ 7 of Cupsന് ഒരു ക്ലാരിറ്റി എടുക്കുന്നുണ്ട്. ഹാങ്ഡ് മാനാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതായത് ഒന്നും മുമ്പോട്ട് പോകുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങളൊന്ന് സ്റ്റക്കായി തന്നെ നിൽക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു രീതിയിൽ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻസിനെ വേറൊരു കാഴ്ചപ്പാടിൽ കാണൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുന്ന രീതിയെല്ലാം ചിലപ്പോൾ ഒരു കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കുന്നു, പക്ഷേ നിങ്ങൾ അതിനെ വേറൊരു കാഴ്ചപ്പാടിൽ കൂടെ കാണാൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ, ഇവിടെ 8 of Pentacles ആണ്, കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കുറേ പണം അല്ലെങ്കിൽ സമയം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതാണ് എൻ്റെ ജീവിതം, ഈ വ്യക്തി മാത്രമാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് അത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾക്ക് അവരിൽ നിന്നൊന്നും കിട്ടിയില്ല. കാരണം അവരിവിടെ 7 of Cups ആണ് വന്നിരിക്കുന്നത്. അവർ കുറേ ഓപ്ഷൻസിൽ പെട്ട് നിൽക്കുകയാണ്. കാരണം നിങ്ങളല്ല അവിടെ അവർക്ക് പ്രയോറിറ്റി. അവരുടെ മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ സ്നേഹമാവാം, പല കാര്യങ്ങളാവാം, മണിയാവാം, ജോബാവാം, ഫ്രണ്ട്സ് ആവാം, അതുമല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ വേറൊരു വ്യക്തി തന്നെ ആവാം. അങ്ങനെ അവർ അതിൽ തന്നെ പെട്ട് നിൽക്കുന്നു. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അവർ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യാനും പ്രയോറിറ്റി തരാനും പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഒരു മടുപ്പാണ്. നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവാം. നിങ്ങളുടെ ബിസിനസ്, ജോലി കാര്യങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അതിലൊന്നും ഫോക്കസ് ചെയ്യാതെ അവർ തന്നെ വരണം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അത് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ, അത് കിട്ടിയാലേ എനിക്ക് സുഖമുള്ളൂ, അത് തന്നെ വേണമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളതൊന്നും എൻജോയ് ചെയ്യാനോ നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലും സന്തോഷത്തിലും എത്തിച്ചേരാനോ കഴിയുന്നില്ല. നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു സെൽഫ് ലവ് ചെയ്യാനാണ്. കാരണം ഇവിടെ ആ വ്യക്തി ഇവിടെ ഹാങ്ഡ് മാനാണ്, സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അത്രയും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരണമെങ്കിൽ, ബാലൻസ് വരും എന്നാണ് കാണുന്നത്. അത് വരണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തി പെട്ടു നിൽക്കുന്ന ആ വ്യക്തിയെ തന്നെ നോക്കി നിൽക്കാതെ അവരെ മാത്രം ഫോക്കസ് ചെയ്യാതെ കുറച്ചൊന്ന് സെൽഫ് ലവിലേക്ക് വരൂ. നിങ്ങൾക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സും സന്തോഷവും അവിടെ വരും. അങ്ങനെ വരുമ്പോഴേ നിങ്ങളുടെ ലൈഫിൽ ടെമ്പറൻസ് വരും. ആ വ്യക്തിക്കൊരു നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കി നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ സക്സസ്സിനെയും സന്തോഷത്തെയും നോക്കൂ. ഈ മാസം അങ്ങനെ ചെയ്യൂ എന്നാണ് പറയുന്നത്. പക്ഷേ ടെമ്പറൻസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളുടെ മൈൻഡിലും ഒരു ബാലൻസ് വരും, അല്ലെങ്കിൽ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കരിയർ എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് വാൺസ്, 2 കാർഡ് വന്നിട്ടുണ്ട്. ദ ഫൂലും കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ജസ്റ്റിസ്, ഒരു കാർഡ് കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. സൺ, വാവ്, എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് വന്നത്. അപ്പോൾ ഇതേ സെയിം എനർജി അവിടെയും വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ ആ ലൈഫിൽ അവിടെ സ്റ്റക്കായി നിങ്ങൾ കിടക്കുകയാണ്. നിങ്ങൾക്ക് കുറേ സക്സസ്, ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്സ്, സക്സസ്, സന്തോഷം എല്ലാം നിങ്ങളെ തേടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യായം കിട്ടും എന്നാണ് പറയുന്നത്. അതിപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് നമ്മൾ കേട്ടത്. ഇതുവരെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അത് വർക്കൗട്ട് ആകുന്നില്ല, അത് സക്സസ് ആകുന്നില്ല, അതിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, വിചാരിച്ചതുപോലെ ഒരു പ്രയോജനം കിട്ടിയില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ന്യായം കിട്ടും എന്നാണ് പറയുന്നത്. ഈ മാസം നിങ്ങൾക്ക് സക്സസ് വരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഇട്ട എഫേർട്ടിന് നിങ്ങൾക്കൊരു സക്സസ് വരും, സന്തോഷം വരും, നിങ്ങൾക്ക് ന്യായം കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ പല പ്രശ്നങ്ങളും പല തടസ്സങ്ങളും വേറെ പല വ്യക്തികളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സക്സസ്സിന് തടസ്സം ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ന്യായം കിട്ടും. മാത്രമല്ല നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കം വരും. ഇതുവരെ സ്റ്റക്കായി നിന്നതിൽ നിന്നൊരു മൂവ്മെൻറ്റ് വരും.
പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിക്കപ്പെടും എന്നാണ് കാണുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവർ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മാറ്റം വരും, നിങ്ങൾക്ക് സക്സസ്സും സന്തോഷവും വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാതെ അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജസ്റ്റിസും സക്സസ്സും, നിങ്ങൾക്ക് റിവാർഡ്, ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ മാനിക്കപ്പെടും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന രീതിയിൽ നിങ്ങൾ എത്തും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഫൂലും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട്. നമ്മളവിടെ സ്റ്റക്കായി കിടക്കുമ്പോൾ ആ ദുഃഖത്തിൽ തന്നെ എനിക്ക് ഇത് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കുന്നു കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സക്സസ്സും സന്തോഷവും വരില്ല. സോ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ്, ഇവിടെ കാണുന്നതും സണ്ണും ഫൂലും എല്ലാം പറയുന്നത് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ്. പുതിയ തുടക്കം വരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയ സമയമാണ്. അതല്ല നിങ്ങൾ ആൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് സക്സസ് ആണ് കാണുന്നത്. പിന്നെ ഇവിടെ ഡക്കിൽ, ബോട്ടം ഓഫ് ദ ഡക്കിലും ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടും. ഇവിടെ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും എല്ലാം പറയുന്നത് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ബാക്ക് സ്റ്റാബോ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട എഫേർട്ടിന് പ്രയോജനം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും കിട്ടും, നിങ്ങൾക്ക് ന്യായം കിട്ടും, നിങ്ങൾ സക്സസ്സും സന്തോഷം ആവും എന്നാണ് പറയുന്നത്. സോ അതിന് നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസിൽ മാത്രം മുഴുകി കിടക്കാതെ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ സക്സസ് ആയി നിൽക്കുമ്പോൾ ആരാണോ നിങ്ങളെ മാനിക്കാതെ നിങ്ങളെ ചൂസ് ചെയ്യാതെ പ്രയോറിറ്റി തരാതെ നിന്ന വ്യക്തി, ആ വ്യക്തി നിങ്ങളെ തേടി വരും, നിങ്ങളെ ചൂസ് ചെയ്യും. അവരുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരും. കാരണം നമ്മളെപ്പോഴും തകർന്ന് നിൽക്കുമ്പോൾ അവർ നമ്മളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോൾ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ തുടങ്ങുന്നു അവരെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരാൻ തുടങ്ങും. സോ അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.